അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്താ ഈ കാണുന്നത് സ്ക്രീനിൽ? രണ്ട് കൈകൾ ചേർത്ത് പിടിച്ച് ദുആ ചെയ്യാണ് അല്ലേ? ഇങ്ങനെ നമ്മൾ ദുആ ചെയ്യാറില്ലേ? ദുആ ചെയ്യുമ്പോൾ ഒരാൾ ദുആ ചെയ്യും, മറ്റുള്ളവരൊക്കെ എന്ത് പറയും? യെസ്, ആമീൻ പറയും അല്ലേ? അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. നമ്മൾ പറയുന്ന ആമീൻ എങ്ങനെ എഴുതാൻ നമുക്ക് കാണണ്ടേ? ഒന്ന് നോക്കൂ. ആമീൻ പറഞ്ഞ്, ആമീൻ പറയ്. ആമീൻ. നീട്ടിയത് കണ്ടോ? ആ എന്നെഴുതിയപ്പോൾ ചെരിഞ്ഞ ഒരു വരയായിരുന്നു. എന്നെഴുതുമ്പോൾ ഇടുന്നത് നോക്കൂ. കണ്ടോ? ആമീൻ. ഓക്കെ, നെക്സ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കൂ. ആമന. ആമന. അടുത്തത് ഊമിന. ഊമിന. അലിഫ് ഹംസ ലമ്മ ഉ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉ. അതിൻ്റെ അടുത്ത് ഒരു വാവ് കൂടെ ഇട്ട് കൊടുത്താൽ ഊ എന്നാകും. എന്ത്? ഊ. അപ്പോൾ ഊമീന. ഊമീന. ഇനി അടുത്തത് നോക്കൂ. ഈമാനുൻ. 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 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലിഫ് ഹംസ കസ്ര ഇ. അലിഫ് ഹംസ കസ്ര ഇ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇ എന്നുള്ളത് ഈ എന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ അടുത്തൊരു യാ ചേർത്ത് കൊടുക്കുക. ഈ എന്ന അക്ഷരത്തിൻ്റെ അടുത്ത് യാ ചേർത്ത് കൊടുത്താൽ ഈ എന്നാകും. അപ്പോൾ ഇതെന്താ വായിക്കുക? ഈമാനുൻ. ഈമാനുൻ. എല്ലാവരും വായിച്ചേ? ഈമാനുൻ. അപ്പോൾ ഇനി ഈ അക്ഷരങ്ങളൊന്ന് വായിക്കുക കേട്ടോ. ഇനി സ്ക്രീനിൽ കാണുന്ന അക്ഷരങ്ങൾ അപ്പോൾ ഇതോ? യെസ്, ഇനി ഇതോ? അതും അങ്ങനെ തന്നെയാണ്. എന്താ വായിക്കുക? ഒന്നും കൂടെ വായിച്ചേ. നെക്സ്റ്റ് അടുത്തത് ഓക്കെ. മൂന്നും വായിക്കുന്നത് ഒന്നാണ്, എഴുതുന്നത് മൂന്ന് കോലത്തിലാണെന്ന് മാത്രം. നെക്സ്റ്റ് ഇതെന്താ വായിക്കുക? യെസ്, ഊ. ഊ. ഒന്ന് വായിച്ചേ. ഊ. അടുത്തത് നോക്കൂ. ഈ. ഈ. നെക്സ്റ്റ് ഈ. ഈ. ഇനി അടുത്തത് ഹംസക്ക് മുകളിൽ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു തെൻവീൻ ഫത്ഹ. എന്താ വായിക്കുക? അൻ. അൻ. തെൻവീൻ ഫത്ഹ ചേർത്താൽ അൻ. ഇതോ? അൻ. അൻ. ഇനി നെക്സ്റ്റ് ഇതെന്താ വായിക്കുക? ഹംസക്ക് താഴെ തെൻവീൻ കസ്ര. തെൻവീൻ കസ്ര. അപ്പോൾ കസ്ര ചേർത്താൽ എന്തായിരുന്നു? ഇ.
തെൻവീൻ കസ്ര ചേർത്താലോ ഇൻ ഇൻ എന്താണ് ഇൻ. ഇതോ യെസ് സെയിം ആണ് അല്ലേ. ഇൻ ഇൻ. ഇനി അടുത്തത് നോക്കൂ. ഹംസക്ക് മുകളിൽ ലമ്മ ഉ അല്ലേ. അപ്പോൾ 2 ലമ്മ ചേർത്താലോ തെൻവീൻ ലമ്മ. ഹംസയുടെ മുകളിൽ തെൻവീൻ ലമ്മ ചേർത്താൽ ഉൻ ഉൻ. വായിക്കുക, എല്ലാവരും വായിക്കുക. ഉൻ. യെസ്. ഇതോ അതും അത് തന്നെയാണ് അല്ലേ. ഉൻ. എന്താണ് ഉൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. അള്ളാഹു നല്ല കുട്ടികളാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.